നമസ്കാരം, ടിക്ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിക്ടോക്ക് ചിത്രീകരിക്കുന്നത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിലെ ഏറ്റവും ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ഗ്രീൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് പുതുവത്സരത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞുപോയ ക്രിസ്മസിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ഗ്രീൻസ് ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോഴും ആ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് ഓഫേഴ്സ്, അതായത് 100 രൂപയുടെ ചോക്കോ ക്രീം ഫാമിലി, അതിനൊക്കെ 50 രൂപയാണ്. നേരെ പകുതിയാണ് ഓഫേഴ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സൺഫീസ്റ്റ് ഡാർക്ക് ഫാൻറ്റസി അങ്ങനെയുള്ള 160 രൂപയുടെ 99 രൂപയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് അനൗൺസ് ചെയ്യുന്നത്. എല്ലാ കസ്റ്റമേഴ്സും വന്ന് നന്നായിട്ട് പർച്ചേസ് ചെയ്ത ഓഫേഴ്സൊക്കെ ശരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് കണ്ടസ്റ്റൻറ്റ് കാണാനുണ്ട്, സമ്മാനം കൊടുക്കാനുണ്ട്. നമുക്ക് നേരെ ഒന്ന് പോയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ട് സംസാരിച്ച് ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞിട്ട് എന്താണ് സമ്മാനമൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ടിക്ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. നമുക്കറിയാം ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ പുതുവത്സരത്തിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ക്രിസ്മസിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ആസ്വദിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് ആദ്യം പരിചയപ്പെട്ടിട്ട് നമുക്ക് ചോദ്യമൊക്കെ ചോദിച്ച് കുറച്ച് സമ്മാനമൊക്കെ കൊടുക്കാം. ഓക്കെ, പേര് പറയും. പേര് പങ്കജം. എവിടെയാണ് വീട്? എടക്കാട്. വേറൊരു പ്രത്യേകം എൻ്റെ നാട്ടുകാരിയാണ് കേട്ടോ, എൻ്റെ നാട്ടുകാരിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസിലെ പർച്ചേസൊക്കെ? സൂപ്പറാണ്. ഓക്കെ, സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്? എന്താണ് മറ്റ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്സുകളും ഉണ്ടല്ലോ, അതിനപേക്ഷിച്ച് ഗ്രീൻസിൽ എന്താണ് ഒരു പ്രത്യേകത പറയുന്നത്? ഗ്രീൻസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളെ വിശ്വസിച്ച് വാങ്ങാം. എന്തായാലും ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടുത്തെ ഗ്രീൻസ് മാത്രമല്ല, എല്ലാ ഗ്രീൻസും നമ്മൾ സാധനം വാങ്ങുന്നതാണ്. കൂടുതൽ എവിടെയാണ് പോകുക? ഗ്രീൻസിൻ്റെ ഏത് ബ്രാഞ്ചിലാണ് പോകാറ്? കൂടുതലധികം ക്യാപിറ്റൽ മാളിലാണ് പോകുന്നത്. ഇവിടെ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഇവിടെയും നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ കിട്ടാതെ മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടോ ഗ്രീൻസ് വന്നിട്ട്? ഇല്ല, ഗ്രീൻസിൽ മിക്കവാറും എല്ലാ സാധനവും ഓക്കെയാണ്. ഓക്കെ, ഭയങ്കര കോംപ്ലിമെൻ്റ് കേട്ടോ. പേര് ഞാൻ മറന്നു, ഒരിക്കൽ കൂടി. പങ്കജം. ഓക്കെ, പങ്കജം മേഡം പറഞ്ഞിരിക്കുന്നത് ഗ്രീൻസിൽ ഇതുവരെ ഒരു സാധനം ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ കമ്പയറിങ് അതർ ഹൈപ്പർ മാർക്കറ്റൊക്കെ ആകുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരുന്നത് ടിക്ടോക്ക് കണ്ണൂർ ടിക്ടോക്ക് പ്രോഗ്രാം എന്നാണ്. ഗ്രീൻസാണ് ഇതിൻ്റെ പ്രൈസസൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ഒന്നൊരു കുസൃതി ഗെയിം, രണ്ടാമത് ഒരു കുസൃതി ചോദ്യം, മൂന്നാമത്തത് ജനറൽ നോളജ്. ആദ്യത്തെ 2 ഏതെങ്കിലും ഒന്നിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നത്. ഫസ്റ്റ് എന്നത് ഐഡൻറ്റിഫൈ ദ ഇമേജ് ആണ്. ഞാനൊരു ഫോട്ടോ കാണിക്കും, അത് ആരാണെന്ന് പറയണം. അതാണ് ആദ്യത്തെ സെഗ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്, ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, ഞാനൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫോട്ടോ. ഞാൻ കാണിച്ച ഫോട്ടോ ഇതാണ് കേട്ടോ. ഈ ഫോട്ടോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഫോട്ടോ മനസ്സിലായില്ല? ഇല്ല, അറിയില്ല. അപ്പം പങ്കജ മേഡത്തിന് ആദ്യത്തെ സെഗ്മെൻറ്റായ ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്നാൽ ഞാൻ കാണിച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. കുസൃതി ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു മത്സര പരീക്ഷയുടെ ഫീലൊന്നും വേണ്ട, ഉത്തരം കുസൃതി ആയിരിക്കണം. ഓക്കെ, നമ്മൾ കയ്യിൽ വള ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, സ്വർണ്ണ വളകൾ, മറ്റു വളകളൊക്കെ ഉപയോഗിക്കില്ലേ? നമുക്ക് ധരിക്കാൻ പറ്റാത്തൊരു വളയുണ്ട്. ധരിക്കാൻ പറ്റാത്ത വള? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുസൃതിയാണ് ഉത്തരം അല്ല, ചോദ്യം കുസൃതിയാണ്, ഉത്തരം കുസൃതി ആയിരിക്കണം. ധരിക്കാൻ പറ്റാത്ത വള. സിമ്പിളാണ്, വെരി വെരി സിമ്പിൾ. ധരിക്കാൻ പറ്റാത്ത വള. കുസൃതി ചോദ്യമല്ലേ? ഇല്ല, കുസൃതി ചോദ്യങ്ങളൊക്കെ
കേൾക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുസൃതി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ധരിക്കാൻ പറ്റാതെ വാർത്ത അറിയോ? ഓക്കെ, നമ്മൾ 2 സെഗ്മെൻറ്റും കടന്നിരിക്കുകയാണ്. ടിക്ടോക്കിലെ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റിനെ ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിൽ ആദ്യത്തെ ഗ്രീൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ്. ആദ്യത്തെ 2 സെഗ്മെൻറ്റ് ചോദിച്ചു, ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എവിടെയൊക്കെ വെച്ച് കണ്ട് സമ്മാനങ്ങൾ തരാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റിനടുത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് ഉണ്ട് ടിക്ടോക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അമ്മയും മോളും പർച്ചേസിനൊക്കെ വന്നതാണല്ലേ. പേര് പറയും മോളുടെ? അബിഗെയിൻ. ഓക്കെ, വെറൈറ്റി നെയിമാണല്ലോ. എന്താണ് അതിൻ്റെ? ദൈവത്തിൻ്റെ സന്തോഷം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ. അബിഗെയിൻ അല്ലേ? അബിഗെയിൽ. ഓക്കെ, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഓക്കെ, ഇനി താങ്ക്സ്. പേര് കേട്ടതിനും പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നതിൽ വളരെ സന്തോഷം. അമ്മയുടെ പേര്? ഷിംസി. പുതിയതെരു. കണ്ണൂർ പുതിയതെരു അല്ലേ? മോൾ എവിടെ പഠിക്കുന്നത്? സെന്റ് ട്രീസസ്. എത്ര ക്ലാസ്സിലാണ്? 7. പിന്നെ മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. ഏത് സ്കൂളാണ്? അഞ്ചരക്കണ്ടി BM UP സ്കൂള്. ഓക്കെ, അഞ്ചരക്കണ്ടി BM UP സ്കൂൾ അല്ലേ? പിന്നെ ടീച്ചർ പേര് പറഞ്ഞു? ഷിംസി. ഓക്കെ, എല്ലാം വെറൈറ്റി നെയിം കേട്ടോ. അബിഗെയിൽ ആൻഡ് ഷിംസിയാണ്. അമ്മയും മോളുമാണ്. വളരെ സന്തോഷത്തോടെ ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പർച്ചേസ്? സാധാരണ ഗ്രീൻസ് തന്നെയാണോ? അതെ, ഗ്രീൻസ് തന്നെ. നല്ല അഭിപ്രായം. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് പർച്ചേസ്. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? പിന്നെ സ്വദേശം കണ്ണൂർ തന്നെയാണല്ലോ? ഇവിടെ ഹസ്ബൻഡിൻ്റെ ഇവിടെ അടുത്താണ്, കാനത്തൂർക്കാവ്. ഹസ്ബൻഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇവിടെ നാട് തന്നെയാണോ അല്ല പുറത്താണോ? എറണാകുളത്താണ്. ഓക്കെ, മറ്റു മക്കൾ വേറെ ആരെങ്കിലും? ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരാളെ സ്നേഹത്തോടെ ഭയങ്കര കെയറൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ അമ്മ എങ്ങനെയുണ്ട്? അടിക്കലൊന്നുമില്ല എന്നാലും ഇടക്കിടക്കല്ലേ? ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്ന കണ്ണൂർ വിഷൻ്റെ ഒരു പ്രോഗ്രാമിൽ നിന്നാണ്. ഈ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻ്റ് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഒരു കുസൃതി ഗെയിം, രണ്ടാമതൊരു കുസൃതി ചോദ്യം, മൂന്നാമത് ഒരു ജനറൽ നോളജ്. അങ്ങനെയുള്ള 3 സെഗ്മെൻറ്റാണ്. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തതിലും ആൻസർ ചെയ്താൽ സമ്മാനം കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? ഇതുപോലത്തെ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ? പണ്ട് കൊസ്രാക്കൊള്ളി വന്നിട്ട് സിറ്റി ചാനലിൻ്റെ കസ്രാക്കൊള്ളിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വന്നത്. കൊസ്രാക്കൊള്ളിയാണ്. കണ്ണൂർ വിഷനിൽ കസ്രാക്കൊള്ളിയുടെ അവതാരകൻ വളരെ മനോഹരമായിട്ട് മറ്റൊരു പരിപാടി കൂടി അവതരിപ്പിക്കുന്നത് കാണാറുണ്ടോ? TV കാണൽ കുറവാണ്, രാത്രി ന്യൂസ് വെക്കും. അപ്പോൾ നമ്മുടെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ആദ്യം വന്നത് കുസൃതി ഗെയിമാണ്. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊരു ഫോട്ടോ കാണിക്കും, ഫോട്ടോ ആരാണെന്ന് പറയണം. ഓക്കെ, ഒരുപക്ഷെ എനിക്കൊന്ന് അറിയാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടിയൊക്കെ ആയതുകൊണ്ട് ടീച്ചറും ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ആൻസർ കിട്ടും ഞാൻ കരുതുന്നു. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഇമേജ്. സ്റ്റീവൻ എന്തോ അങ്ങനെ എന്തോ അല്ലേ? സ്റ്റീവൻ. ഒന്നുകൂടെ പോയി ഇമേജ്. ഞാൻ പഠിച്ചിന് 2 കൊല്ലം. ഇത് കറക്റ്റ് പറയണം കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ മാത്രമേ. ഓർമ്മ കിട്ടുന്നില്ല. പേര് വായോളം വരുന്ന കിട്ടുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ. ഐഡന്റിഫൈ ദ ഇമേജ്. ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ക്ലൂ എന്നത് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അല്ല, പേര് അതറിയാം. പേരിൻ്റെ അകത്തെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൻ്റെ അകത്തുള്ള ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവ് എന്തോ വരുന്നൊരു പേരല്ലേ? പക്ഷെ അത് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പേരാണ്. അതന്നെയാണ് ക്ലൂ എന്നത്. ബാക്കി കിട്ടുന്നില്ല, സോറി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐഡൻറ്റിഫൈ ദ ഇമേജിൽ
ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അടുത്തെത്തിയാൽ മാത്രം പോരാ, കംപ്ലീറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ആൻസർ കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകാം. കുസൃതി ചോദ്യമാണ്. എല്ലാവരും കയ്യിൽ മോള് കയ്യിൽ വളയിട്ടിട്ടില്ല, അമ്മ കയ്യിൽ വളയിട്ടുണ്ട്. നമ്മൾ സ്വർണത്തിൻ്റെ വളകൾ ധരിക്കും, പിന്നെ മറ്റ് കുപ്പി വളകൾ, അങ്ങനെ ഒരുപാട് വളകളൊക്കെ അവൈലബിൾ ആണല്ലോ. നമ്മൾ ധരിക്കാൻ പറ്റാത്ത ഒരു വളയുണ്ട്. ധരിക്കാൻ പറ്റാത്ത വള തവള. കറക്റ്റ് ആൻസർ, അടിപൊളി. ധരിക്കാൻ പറ്റാത്ത വള എന്നത് തവളയാണ്. ഓക്കെ, അതെ, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ കുസൃതി ചോദ്യം, രണ്ടാമത്തെ കുസൃതി സെഗ്മെൻറ്റിലേക്ക് ആൻസർ ശരിയായിരുന്നു. അപ്പോൾ നമുക്ക് ജനറൽ നോളജിലേക്ക് പോകാം. ഓക്കെ, റെഡിയല്ലേ? ഇനി ജനറൽ നോളജാണ്. ഓക്കെ, ആദ്യത്തെ സെഗ്മെൻറ്റ് നമ്മുടെ ഐഡൻറ്റിഫൈ ദ ഇമേജിൽ റോങ് ആയിരുന്നു, പറഞ്ഞില്ല. നെക്സ്റ്റ് കുസൃതി ചോദ്യം ചോദിച്ചു. കുസൃതി ചോദ്യത്തിൽ എന്താണ് ആൻസർ തവള എന്നുള്ള ആൻസർ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ജനറൽ നോളജിൻ്റെ സെഗ്മെൻറ്റാണ്. കേരളത്തിൽ എത്ര നിയമസഭകളുണ്ട്? കേരളത്തിൽ 1. കേരളത്തിൽ എത്ര നിയമസഭകൾ? ഈ അടുത്ത ഇലക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിയമസഭ, അത് ലോകസഭയാണ്. ഇപ്പം നിയമസഭ ഇലക്ഷൻ കുറച്ച് കഴിയുമ്പോൾ വരാനിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ. രണ്ടൊരു ഭയങ്കര ഡിസ്കഷനാണ് കേട്ടോ. ഡിസ്കഷൻ അമ്മയും ഇങ്ങനെ ഭയങ്കര തകർത്ത ഡിസ്കഷനാണ്. കിട്ടുന്നില്ല. ഓക്കെ, എൻ്റെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിൽ എത്ര നിയമസഭകളുണ്ട് എന്നാണ്. അപ്പോൾ പിന്നെ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ, നമ്മുടെ കുസൃതി ചോദ്യം മാത്രമേ ഉത്തരം കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നു, നോക്കട്ടെ. 35 ഇവള് പറയുന്നത്. അത് തെറ്റാണ്, 35 തെറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത അവസരത്തിൽ നമുക്ക് എവിടെയും വെച്ച് കാണാം. അപ്പോൾ ഇത് ഈ ഒരു പരിപാടി കാണണം എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും 8 മണിക്കാണ്. ഓക്കെ, ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് ഇന്ന് എല്ലാ മാസം വന്നിട്ട് പർച്ചേസ് ആണോ? എല്ലാ മാസവും അല്ല, 2 ആഴ്ച കൂടുമ്പോൾ വരും. അപ്പോൾ എനിവേ, കണ്ടതിൽ സന്തോഷം. താങ്ക്സ് ലോട്ട്. നല്ലൊരു പേര് കേട്ടു. ഇതുവരെ കേൾക്കാതൊരു പേരായിരുന്നു അബിഗെയിൽ എന്നത് കേട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സെഗ്മെൻറ്റിൽ ഒരു ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ, കുസൃതി ചോദ്യം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ 3ാമത്തെ കണ്ടസ്റ്റൻറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ ആദ്യത്തെ ഒരു കണ്ടസ്റ്റൻറ്റ്, രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ സെഗ്മെൻറ്റായ കുസൃതി ചോദ്യത്തിലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. സമ്മാനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? പേരെന്താ? റിസ്വാൻ. ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ. സിറ്റി ഹയർ സെക്കൻഡറി. ഏത് ക്ലാസ്സിൽ? +1. ഏതാ സബ്ജക്റ്റ്? കൊമേഴ്സ്. കൊമേഴ്സ്. എന്താണ് കൊമേഴ്സ് പഠിക്കാനുള്ള കാരണം? കൊമേഴ്സ്, അക്കൗണ്ടൻറ്റ്, ബിസിനസ് വലിയ ലക്ഷ്യങ്ങളൊക്കെ കേട്ടോ. അക്കൗണ്ടൻ്റ് ആവണം, ബിസിനസ്സാണ് ഉദ്ദേശം, അങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പേര് പറയാം. റിഷാന. വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്? ഗ്രീൻസിൽ തന്നെയാണോ പർച്ചേസ് ചെയ്യാറ്? മറ്റു മാർക്കറ്റിൽ പോകാറുണ്ടോ? അല്ല, ഗ്രീൻസ് തന്നെയാണ് കൂടുതൽ പർച്ചേസ് ചെയ്യാറ്? ഗ്രീൻസ് തന്നെയാണ് പർച്ചേസ് ചെയ്യാറല്ലേ? എന്താണ് ഗ്രീൻസും നമ്മുടെ മറ്റു മാർക്കറ്റും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? അഫോർഡബിൾ പ്രൈസ് ആണ്. എല്ലാ സാധനങ്ങളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഗ്രീൻസ് നിന്നിട്ട്. അതാണ് ഗ്രീൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ മാർക്കറ്റിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പറയുന്ന അഭിപ്രായം എന്നത് അഫോർഡബിൾ പ്രൈസ്. 2 എന്നത് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഗ്രീൻസിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടാതെ മടങ്ങി പോകേണ്ട യാതൊരു ആവശ്യവും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി എന്നത് നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ ഗ്രീൻസിൽ അവൈലബിൾ അല്ല. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ വരുന്ന നേരത്തെ പറഞ്ഞത് ടിക്ടോക്കിൽ നിന്നാണ്. 3 സെഗ്മെൻറ്റാണ് നമുക്ക് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് എന്നത് ഒരു കുസൃതി ഗെയിം, രണ്ടാമത്തത് ഒരു കുസൃതി ചോദ്യം, മൂന്നാമത് ജനറൽ നോളജ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ സെഗ്മെൻറ്റ് എന്നത് ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊരു ഫോട്ടോ കാണിക്കും, ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം.
അപ്പോൾ അതിൽ ആൻസർ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിലും രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം, കുസൃതി ചോദ്യത്തിലേക്ക്. ഓക്കെ ഓക്കെ എൻ്റെ ഐഡൻറ്റിഫൈ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി, കറക്റ്റാണ്. സ്റ്റീഫൻ ഹോക്കിൻസ്. ഞാൻ നേരത്തെ ഒരു പിന്നെ കണ്ടസ്റ്റൻ്റ് ചോദിച്ചാൽ ആയിരിക്കും മനസ്സിലായില്ല. സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. അപ്പോൾ തന്നെ പേര് ഒരിക്കൽ റിസ്വാൻ. ഫസ്റ്റ് ഇമേജ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിൻസ് ആണെന്നത്. ഫിസിക്സ് സയൻസ് അല്ല പഠിക്കുന്നത്, കൊമേഴ്സാണ് സ്റ്റീഫൻ നമ്മുടെ റിസ്വാൻ പഠിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ആയത്. ഓക്കെ, അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക്. ഓക്കെ, നമ്മൾ പിന്നെ ഒരു കഴിഞ്ഞ കണ്ടസ്റ്റൻ്റോട് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വളയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒരുപാട് വളകൾ, സ്വർണ്ണവളകൾ, കുപ്പി വളകൾ, അങ്ങനെയുള്ള വളകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നല്ല അവൈലബിൾ ആണ്. ധരിക്കാൻ പറ്റാത്തൊരു വളയുണ്ട്. ധരിക്കാൻ പറ്റാത്ത വള. അത് കുസൃതിയാണ്. ചോദ്യം കുസൃതിയാണ്, ഉത്തരവും കുസൃതിയായിരിക്കണം. ചെറിയ സമയം ആലോചിക്കും. ധരിക്കാൻ പറ്റാത്ത വള. കറക്റ്റ് ആൻസർ. അടിപൊളി അടിപൊളി. അപ്പോൾ രണ്ടാമത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. തവളയാണ് കേട്ടോ. തവളയാണ് കറക്റ്റ് ആൻസർ. രണ്ട് സെഗ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കുസൃതി ചോദ്യമാണ്, ഉത്തരം കുസൃതിയായിരിക്കണം. സ്റ്റീഫൻ ഹോക്കിൻസ് എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള എന്താണ് പിന്നെ ആൻസർ റിസ്വാൻ അല്ലേ? റിസ്വാൻ പറഞ്ഞു. റിഷാന കുസൃതി ചോദ്യത്തിൻ്റെയും ആൻസർ പറഞ്ഞിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രീൻസിൻ്റെ വളരെ മനോഹരമായ സമ്മാനം നമുക്ക് കൊടുക്കണം. യെസ്, അടിപൊളി. ഗ്രീൻസ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഓക്കെ ഓക്കെ, അടുത്തൊരു സമ്മാനം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തോ. നമ്മൾ മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പർച്ചേസ് ചെയ്യുക. എല്ലാ മാസവും എല്ലാ വീക്കിലും വന്ന് പർച്ചേസൊക്കെ ചെയ്തിട്ട് വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ 3 കണ്ടസ്റ്റൻ്റെയാണ് ഞാൻ ഇന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ഒന്നും പറഞ്ഞില്ല, ആൻസർ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് കുസൃതി ചോദ്യത്തിന് ആൻസർ ചെയ്തു, അത് പറഞ്ഞു. പക്ഷേ മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോയെങ്കിലും മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്തില്ല. ഓക്കെ, അതിന് ശേഷമാണ് മൂന്നാമത്തെ കണ്ടസ്റ്റൻ്റ് സിറ്റിയിൽ നിന്ന് വന്ന റിഷാന. അതെ, റിസ്വാൻ ആൻഡ് റിഷാനയാണ്. അപ്പോൾ രണ്ട് സെഗ്മെൻറ്റ് വളരെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നത് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആൻസർ ചെയ്തു. രണ്ടാമത്തെ കുസൃതി ചോദ്യം എന്ന് ധരിക്കാൻ പറ്റാത്ത വള എന്നായിരുന്നു, അതും ആൻസർ ചെയ്തു. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ. I am Anlesh Ashafam, TikTok.